നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ഭാസ്കറിനെ അന്വേഷിച്ച് ഭാസ്കറിന്റെ അളിയൻ വരുന്നുണ്ട്. അപ്പം ഭാസ്കറിന്റെ ഭാര്യയെ കൊന്നതിന്റെ ഭാരം ചോദിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ സദാശിവൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, എന്താടാ സദാശിവ, നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നാ. 2-3 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് സുഖിച്ച് ജീവിക്കുമായിരുന്നല്ലേടാ ഇത്രയും കാലം. നിനക്ക് നാണം ഉണ്ടോടാ? എന്ത് ധൈര്യത്തിലാ നീ ഇവിടെ വന്ന് കാല് കുത്തിയെന്നൊക്കെ ചോദിച്ചു. ദേ സദാശിവ, വെറുതെ വഴക്കുണ്ടാക്കാൻ നീ പോവാൻ നോക്ക്. വഴക്കുണ്ടാക്കുമല്ല, നിന്നെ കൊല്ലാൻ തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചൊന്നും ചോദിച്ചിട്ട് ഭാസ്കരൻ്റെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. ഭാസ്കരൻ പറഞ്ഞു, എടുക്കടാ കയ്യ. എടുക്കാൻ സൗകര്യമില്ല. വെറുതെ എൻ്റെ ഇന്ന് തല്ല് മേടിച്ച് കിട്ടും നീയ. എങ്കിലൊന്ന് തല്ലിക്കാൻ നീയ കാനട്ടാന്നായി സദാശിവൻ. അപ്പോഴേക്കും ഭാസ്കരനെ അടിക്കാനായിട്ട് തുടങ്ങണം. ആ സമയം സദാശിവൻ എന്ത് ചെയ്തു? സദാശിവൻ ഭാസ്കരനെ തല്ലി. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ് തല്ല്. ഇത് കണ്ടോണ്ട് അകത്തൊന്ന് ബാക്കി സുധീഷ് സുഭാഷ് എല്ലാവരും കൂടെ ഓടി ഇറങ്ങി വന്നേ. അതെ അമ്മാവനും കൂടെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് സുഭാഷൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിലും സദാശിവൻ മാറാൻ തയ്യാറായില്ല. എടാ നിന്റെയൊക്കെ അമ്മയെ കൊന്നവനെ ഇയാള്, എന്നിട്ട് നീയൊക്കെ ഇത്രയും കാലം ഇയാളോടൊപ്പം ജീവിച്ചേ. നിനക്കൊക്കെ നാണം ഉണ്ടോടാ? ഇത്രയെങ്കിലും നാണം ഉണ്ടെ ഇയാളോടൊപ്പം ജീവിക്കുമായിരുന്നോ? സുധീഷ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര നാണം കുറവാ. ഈ പറയും നിങ്ങളൊക്കെ ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു? കാണാൻ പോലും ഉണ്ടായിരുന്നില്ലോ. അമ്മയുടെ ആംഗ്ലയാണ് പോലും, അമ്മാവനാണ് പോലും. ഞങ്ങളൊക്കെ ചത്തോ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ഒരു ബന്ധവും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അതെ, നിന്നെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാ. പക്ഷെ ഇയാള് ഈ നിൽക്കുന്ന ആളെ തന്നുവിടാത്തേന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, അതേടാ, എൻ്റെ മക്കളെ അങ്ങനെ ആർക്കൂട്ട് തട്ടാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതായിരിക്കും ഞാൻ ചെയ്ത തെറ്റില്ലേ. ഇനി എനിക്ക് സൗകര്യമില്ലടാ. എടാ നീ അങ്ങനെ സൂഹിക്കണ്ട. എൻ്റെ പെങ്ങളെ കൊന്നിട്ട് നീ ഇത്രയും കാലം സൂഹിച്ച് ജീവിച്ചു. പക്ഷേ ഇനി ഞാൻ വെറുതെ വിടില്ലടാന്ന് പറഞ്ഞു. അതേടാ, നിന്റെ പെങ്ങളെ ഞാൻ കൊന്നാ നീ കൊണ്ടായി കേസ് കൊടുക്കും വീണ്ടും. അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞതാ. ഇനി നിനക്ക് എന്തെങ്കിലും തെളിവ് വേണോ? അതും ചോദിച്ചു ഭാസ്കരൻ ദേഷ്യപ്പെട്ട് സദാശിവന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? ഇല്ലടാ, നിന്നെ അന്ന് ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതെ അമ്മാവൻ ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. വെറുതെ അടിയും വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ വന്ന പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പോവും. പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടടാ. ഇവിടെ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന പോലെ നിന്നിട്ട് പോകാൻ നോക്കുന്നോ? സുധീഷ് പറഞ്ഞു, വന്നാണെങ്കിൽ തിരിച്ചു പോകാനും അറിയാം. ഓഹോ, അത്രയ്ക്കായെന്ന് ചോദിച്ചു സുധീഷിനെ നേർക്ക് അയാൾ നീങ്ങി. സുധീഷിനെ കുറെ തല്ലുന്നൊക്കെയുണ്ട്. സുധീഷ് എതിർക്കുവാണ്. അമ്മാവനല്ലേ, തിരിച്ചെല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം. അപ്പോഴേക്കും ഭാസ്കരൻ കയറി ഇടപെട്ടു. ഭാസ്കരൻ സദാശിവനെ പിടിച്ചു മാറ്റുവാണ്. എൻ്റെ മോൻ്റെ ദേഹത്തെങ്ങാനും നീ കൈ വെച്ചാൽ പിന്നെ നിന്റെ കൈ ഉണ്ടാകത്തില്ല. നിന്റെ കൈ ഞാൻ വെട്ടിയിരിഞ്ഞ് കളയുമെന്ന് പറഞ്ഞു. ശരിക്കും അയാളൊന്ന് ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഭാസ്കരനെ സുഭാഷും ഹരീഷും എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു മാറ്റുവാണ്. ഇതേ സമയം കുറേ തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു സുധീഷിന്. അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ്റെ അടുത്ത് നിന്നിട്ട് സുഭാഷ് പറഞ്ഞു, അച്ഛാ ഇനി എന്താണെങ്കിലും ഇവിടെ നിൽക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. പോവാനോ? നാളെ രാവിലെ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടായിരുന്നേ. പക്ഷേ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ. അതുകൊണ്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ആ സമയം സുധീഷ് പറഞ്ഞു, അല്ല സുഭാഷേട്ടാ, നമ്മൾ അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമുണ്ടോ? എടാ, പേടിക്കേണ്ട സ്ഥലത്ത് പേടിക്കുക തന്നെ ചെയ്യണം. നമുക്ക് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. പിന്നീട് എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ സുഭാഷയ്ക്ക് അകത്തേക്ക് ഒരുപ്പി. ഈ സമയം സുധീഷ് അവിടെ ഇരിക്കുക. സുധീഷിന് കൈയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെയായിരുന്നു സദാശിവൻ്റെ ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഒടുവിൽ നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു, എന്താ വേദനയുണ്ടോയെന്ന് ചോദിച്ചു. നിധിക്ക് ഭയങ്കര വിഷമമായിരുന്നു സുധീഷിനെ തല്ലുന്ന കണ്ടപ്പത്തിനും. കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഷർട്ട് ഇത്തിരി മാറ്റി കൈയുടെ പുറത്ത് നോക്കിക്കഴിഞ്ഞപ്പത്തിനും അവിടെയൊക്കെ തല്ലുകൊണ്ട് പാടെ കിടക്കണം. അയ്യോ, ഞാൻ ഇത്തിരി ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് നിധി പോയി ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുക. സുധീഷിന് തൻ്റെ സന്തോഷമായി. ഓ, 2 ഇടി കൊണ്ടാലെന്താ, ഉർവശി ചാവ് ഉപകാരപ്രദം എന്ന് പറഞ്ഞോടക്ക്. ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവൾക്ക് തന്നോട് സ്നേഹമുണ്ട്. ഓ, ഇങ്ങനെയാണെങ്കിൽ ഒരു നാളിനും കൂടെ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഡെയിലി എവിടെന്തെങ്കിലും തല്ലു കൊണ്ടിട്ട് വരായിരുന്നു. ഇവള് തന്നെ ആശ്വസിപ്പിക്കുമല്ലോ, മുറിവിലൊക്കെ മരുന്ന് വെച്ച് തരുമല്ലോ എന്നൊരു ചിന്ത സുധീഷിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. സുധീഷിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ട് വന്നു. എടാ, റെഡിയായില്ലേ? റെഡിയാൻ പോവാ ഏട്ടാ. എങ്കിൽ എല്ലാം എടുത്ത് വെളുക്കി വെക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ ആ സമയത്ത് തന്നെ അവിടുന്ന് പോരുവാണ്. ഇനി അവിടെ നിൽക്കേണ്ടെന്നായിരുന്നു സുഭാഷിൻ്റെയൊക്കെ തീരുമാനം. ഒടുവില്ല വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേ ഏകദേശം സന്ധ്യയോടെ എടുത്തിട്ടുണ്ടായിരുന്നു. വന്ന് കയറി ഉടനെ ഹരീഷ് എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി പോവാണ്, ആരോടൊന്നും പറയാതെ. ഹരീഷ് നേരെ നീതുവിനെയാണ് വിളിക്കുന്നത്. നീതു, നീ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്.
എന്താ ഹരീഷേട്ടാ? ഒന്നുമില്ല. ഉണ്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചാ. നിന്റെ ആങ്ങളയുണ്ടോ? ആങ്ങളയൊക്കെ ഉണ്ട്. എന്താ എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് നീതുവിനെ കാണണം. കാരണം അവളെ കണ്ട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കണം എന്ന ചിന്തയോട് കൂടിയിട്ടാണ് പോകുന്നത്. ഇതേ സമയം സുധീഷിന് മനസ്സിലായി ഹരീഷ് അങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. സുധീഷ്, ഞാനേ നീതുവിൻ്റെ അടുത്തൊരു പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എടാ, ഈ സമയത്ത് പോണോ? എനിക്ക് തോന്നുന്നു ഹരീഷ് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരിക്കുന്ന. ഞാനും കൂടെ ഒന്ന് ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് അവിടേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ഹരീഷ് അവിടെ നിൽക്കുന്ന കണ്ടിഞ്ഞപ്പത്തിന് അഖിൽ അങ്ങോട്ട് ഇറങ്ങി വന്നു. നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചോണ്ട് ഹരീഷിനെ തല്ലാൻ തുടങ്ങുവാണ്. ഹരീഷും വിട്ടുകൊടുത്തില്ല. അപ്പോഴാണ് ചന്ദ്രനകത്ത് ഇറങ്ങി വരുന്നത്. എടാ, നീ അങ്ങോട്ട് മാറി നിൽക്കടാ അഖിലേ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിനെ വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. അപ്പോഴേക്ക് സുധീഷ് ഓട്ടോറിക്ഷയിൽ അവിടെ വന്നു. സുധീഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹരീഷിനെ അകത്ത് വിളിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ഇതെന്തെങ്കിലും ചതിയാണോ പോകാൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചതിയാണെങ്കിലോ? തൻ്റെ അനുജൻ്റെ ജീവനാ. പെട്ടെന്ന് സുധീഷ് ഒട്ടും പഠിച്ചില്ല. സുധീഷും വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നീതുവിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പിന്നീട് അകത്ത് കയറി കഴിഞ്ഞ അഖിൽ എന്ത് ചെയ്തു? തല്ലാനായിട്ട് ഒരുങ്ങുവാണ് ഹരീഷിനെ. എടാ, നീ എൻ്റെ പെങ്ങളെ പിഴപ്പിക്കുമല്ലേ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ പെങ്ങളെ പിഴപ്പിച്ചേ? നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? വെറുതെ എന്നെ തല്ലിയുണ്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? എൻ്റെ ഭഗവാനെ, എടി ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. ഇവൻ നിന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു, ഇവന് നിന്നെ വേണ്ടാന്ന്. ഒരു പെണ്ണിനെ പിഴപ്പിച്ച് വയറ്റിലുണ്ടാക്കിയിട്ട് ഇപ്പം അവൻ നിന്നെ വേണ്ട പോലും. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അതും പറഞ്ഞിട്ട് കുറെ ചീത്തയൊക്കെ പറയണേ. ഈ സമയം സുധീഷ് വന്ന് കഥയെ മുട്ടി. ചന്ദ്രൻ പോയി തുറന്നു കഴിയുമ്പോൾ സുധീഷ് പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. എന്താ ഇവിടെ പ്രശ്നം? നീയൊക്കെ കൂടി എൻ്റെ അനുജനെ എന്ത് ചെയ്യുക? നിന്റെ ഒരു അനുജൻ ഇവന് കാണിച്ചെന്താണെന്നറിയോ? എൻ്റെ പെങ്ങളെ പിഴപ്പിച്ചു. അപ്പം പിന്നെ എനിക്ക് പകരം ചോദിക്കണ്ടായോ? പകരം? അതെ, അവർ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ നിന്നോട് വന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ചെയ്തത്? കൂടുതലൊന്നും പറയൊന്നും വേണ്ട. ഇത് കേട്ടതും അഖിൽ പറഞ്ഞു, അതെ, എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കളിപ്പിക്കുന്നു. അതേടാ, നിന്റെ വീട്ടിൽ വന്ന് തന്നെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കണേ, വെറുതെ അല്ല. അപ്പോഴേക്കും നീതു ഒച്ചപ്പാട് കേട്ടും കൂടെ ഇറങ്ങി വന്നു. ഹരീഷിനെ കണ്ടുകഴിഞ്ഞപ്പോൾ നീതുവിനോട് സമാധാനമായി. ലത പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോടി? ഇവൻ ചോദിച്ചു കേട്ടോ എങ്ങനെയാ പ്രഗ്നൻ്റ് ആയെന്ന്. അപ്പം നിനക്ക് ഒന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ചു. അമ്മേ, ഞാനത് പിന്നെ മിണ്ടരാ നീയാ. അതിനർത്ഥം എന്താ? ഇവൻ നിന്നെ വേണ്ടാന്നാ. നീ എന്ത് ചെയ്യുവിനി? എടി, ഇതാടി പറയണത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പത്തിനും പിന്നാലെ ചാടി ഇറങ്ങി ഓടിപ്പോരുത്. ഏതെങ്കിലും ചെക്കൻ വന്ന് വിളിച്ച ഉടനെ ഇപ്പം അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ നീ പഠിച്ചില്ലേ, അതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. ഇനി നീ ഒരു കാര്യം ചെയ്യുക, തന്തയില്ലാത്ത കുഞ്ഞിനെ കൂടെ പ്രസവിച്ചോളാൻ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ആൻറ്റി സൂക്ഷിച്ച് സംസാരിക്കണം, അതിൻ്റെ ഗതികേടൊന്നും ഇവിടെ ആർക്കും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ നീ ആരാ? ഒന്നും മിണ്ടായില്ല അവിടെ. നിന്റെ അനുജൻ ചെയ്ത പ്രവൃത്തി നിസ്സാരമല്ലെന്ന് പറഞ്ഞു. നീതുൻ്റെ അടുത്ത് നിന്ന് ഹരീഷ് പറഞ്ഞു, സത്യം പറഞ്ഞു നീതു, ഇതെങ്ങനെയാ? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ നിന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാനെന്തോ തെറ്റിയെന്ന് പോണക്ക്. അയ്യോ, അതോ സുധീഷേട്ടൻ ഹരീഷേട്ടൻ തെറ്റിയെന്ന് ആരാ പറഞ്ഞത്? പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ കള്ളത്തരം പറഞ്ഞ? കള്ളത്തരോ? അതെ. അല്ല, ഇവിടുന്ന് ഹരീഷേട്ടനൊക്കെ പോയതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചെന്നറിയാവോ? എന്നെ ഈ നിൽക്കുന്ന അഖിലിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പ്രേമൻ, അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കള്ളത്തരമാണ് ഈ ഗർഭം. എടി മഹാപാപി, നീ ഞങ്ങളോട് ഇത് ചെയ്തല്ലോടി, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ അവളുടെ അമ്മ അവിടെ കിടന്നവളെ പ്രാഗുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീതുവിന് ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായി. എന്നാലും നീതു മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് ഹരീഷിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, വാ ഹരീഷേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോന്നു. ഹരീഷിന് മനസ്സിലായി തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അവൾ സഹിച്ചിട്ടുണ്ടെന്ന്. കാരണം അവസാന നിമിഷമാണ് അവൾ പറഞ്ഞത് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലെന്ന് അവൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിലോ സുധീഷിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അവളെ ബുദ്ധിമതിയും തന്ത്രശാലിയും കൂടെയാണ്, അതുകൊണ്ടാണല്ലോ. അല്ലായിരുന്നെങ്കിലോ എന്നൊരു ചിന്ത. അങ്ങനെ എന്താണെങ്കിലും അപ്പോഴാണ് ശരിക്കും ഹരീഷിനൊരു സമാധാനമായത്. നീതു പ്രഗ്നൻ്റ് ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.